പിന്നീട് മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഉയർന്ന മാർക്കോടെ മെഡിക്കൽ ബിരുദം നേടിയിട്ടും നാട്ടിലെ ഗവൺമെന്റ് ജോലി നിഷേധിച്ചത് കാരണം മദ്രാസിൽ ചെന്ന് ജോലി തേടേണ്ടി വന്നതടക്കമുള്ള പൽപ്പുവിന്റെ ദുരവസ്ഥകൾ വിവരിച്ചു കേട്ടപ്പോൾ ഗുരുദേവൻ ഈ അവസരത്തിൽ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഡോക്ടർ പൽപ്പുവിനെ സഹായിക്കുക എന്നത് കാലഘട്ടത്തിന് കൂടെ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുന്നു. അരുവിപ്പുറം ക്ഷേത്രം കേന്ദ്രീകരിച്ച് അവിടുത്തെ ഭക്തജനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അക്കാലത്ത് ഒരു വാവൂട്ട് യോഗം പ്രവർത്തിച്ചു വന്നിരുന്നു. 1899 ഈ വാവൂട്ട് യോഗത്തെ ഡോക്ടർ പൽപ്പുവും കവി കുമാരനാശാനും ഒക്കെ ചേർന്ന് ആദ്യം അരുവിപ്പുറം ക്ഷേത്രയോഗമായിട്ട് വിപുലപ്പെടുത്തുന്നു. 1903 മെയ് 15 തീയതിയാണ് അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന് അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന പേരിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് പ്രൊഫസർ PS വേലായുധൻ എഴുതിയ SNDP യോഗ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ആലോചിക്കുന്നത് ജാതിയുടെ ഉന്നമനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഘടനയെ പറ്റി ആയിരുന്നുവെങ്കിലും ജാതിഭേദത്തെയും മതദ്വേഷത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ജാതി സംഘടന ഉണ്ടാക്കുക എന്നതിലെ അനൗചിത്യം തിരിച്ചറിഞ്ഞാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളുടെ സത്തയെ കാതലാക്കി